ചേച്ചിയും സുനിഷേട്ടനും നാട്ടിലല്ല കേട്ടോ വർക്ക് ചെയ്യുന്നത്. അവർ കോഴിക്കോടാണ് വർക്ക് ചെയ്യുന്നത്. വീട് എടുത്തു വെച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവരിവിടെ വരുന്നതിനനുസരിച്ചാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് എന്നുള്ളത്. രാവിലെ ആയതുകൊണ്ട് തന്നെ റിയാനും കണ്ണനും നല്ല കളിയായിരുന്നു. ചേച്ചി മുട്ടയൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് ഫുഡൊക്കെ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ സാമ്പാറിനുള്ള എല്ലാം നമ്മളെടുത്ത് കഴുകി വെച്ചിട്ടുണ്ട്. ഉപ്പേരിക്കുള്ളതെല്ലാം പയറും ബീട്രൂട്ടും ഒക്കെ എടുത്തുണ്ടാക്കുകയാണ്. സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഇവർ ഓൾറെഡി വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പം നമ്മളെ വീട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇത് വേണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാക്കാം, അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ. ഇതിപ്പോൾ വാങ്ങിയ സാധനങ്ങൾ മാത്രമേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ. എനിക്ക് പൊതുവേ ഭയങ്കര മടിയാണ് കേട്ടോ ഒറ്റയ്ക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട്. പക്ഷേ എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ എനിക്കും ഭയങ്കര ആവേശമൊക്കെ ആയിരിക്കും. അപ്പോൾ സദ്യയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും സുനിഷേട്ട ഇലയൊക്കെ വെട്ടിക്കൊണ്ട് തരുന്നുണ്ട് കേട്ടോ. അവിടെ അത്യാവശ്യം നല്ല വാഴേൻ്റെ ഇലയും ഒക്കെ ഉണ്ട്. ഇത് ഉണ്ണിക്കാമ്പാണ് കേട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ ഇതിന് പറയുന്നത്? പിന്നെ നമ്മൾ ഫിഷൊക്കെ പൊരിക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ചേച്ചി കുറച്ച് എടുത്തിട്ട് മസാലയൊക്കെ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. നമ്മൾ ലാസ്റ്റ് എടുത്തിട്ട് പൊരിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ വെള്ളരിയൊക്കെ നുറുക്കിയിട്ടു. ഇതെന്താ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നമ്മളെ സുണ്ടേച്ചി അമ്മേൻ്റെ അനിയത്തിയാണ് കേട്ടോ, അവരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ സാമ്പാറിൻ്റെ പരിപാടികളിലേക്ക് കിടക്കുകയാണ് കേട്ടോ. ഞാൻ ആദ്യം എടുത്തിട്ട് കഷ്ണങ്ങളൊക്കെ എടുത്തിട്ടു. മഞ്ഞളും മുളകും ഉപ്പും ഇട്ട് പുളിവെള്ളം നന്നായിട്ട് ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചു കേട്ടോ. അതിനുശേഷം ഉള്ളിയും വെണ്ടയും കൂടെ വാട്ടിയിട്ട് അതും ഇട്ടു. പിന്നെ നമ്മൾ തേങ്ങ അരയ്ക്കുന്നുണ്ടെങ്കിൽ തേങ്ങ അരച്ചത് ഇടാം. പിന്നെ ഇതുപോലെ മസാല നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് അതും ഇടാം. പിന്നെ വേണേൽ വറവും ഇടാം. അപ്പോഴത്തേക്ക് സുനീഷേട്ടൻ കുറച്ച് കല്ലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ കോൺക്രീറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇവരിവിടെ വരുന്നതിനനുസരിച്ചല്ലേ ഇവർക്കെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. ലാസ്റ്റിലത്തെ സ്റ്റെപ്പായിട്ടുള്ള പപ്പടവും കൂടെ വാട്ടി നമ്മൾ റെഡിയാക്കി വെച്ചു. ഇനി ഈ ഒരു സ്മെല്ലൊക്കെ പോയി കഴിഞ്ഞാലാണ് ഫുഡ് കഴിച്ചാലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഉണ്ടാക്കിയ ആൾക്കാർക്ക്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചേച്ചിയും മക്കളെല്ലാം കൂടെ വന്ന് കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ചേച്ചി ഇങ്ങനെ കണ്ണനെയും കൊണ്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് നൊസ്റ്റ് അടിച്ചു. ഞാൻ റിയാനെയും കൊണ്ട് ഇങ്ങനെ ഇരുന്ന് ഞങ്ങൾ ഫോണൊക്കെ കാണാറുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഫുഡൊക്കെ എടുത്ത് വെച്ചു. ഞങ്ങൾ കഴിച്ചു. സദ്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുറേയൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. പക്ഷെ അത്രയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ തേങ്ങ അരയ്ക്കേണ്ടെന്ന് ലാസ്റ്റ് ഒരു ഇത് വന്നതുകൊണ്ട് നമ്മൾ തേങ്ങ അരച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു മസാല സാമ്പാറാക്കി എല്ലാവർക്കും ഇതാണ് വേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ പച്ചടിയും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോൾ അത്യാവശ്യം നല്ലൊരു ഫുഡിയാണ്. എനിക്ക് എല്ലാ ടൈപ്പ് ആഹാരങ്ങളും ഇഷ്ടമാണ് കേട്ടോ. അത് ഇന്നതെന്നൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കഴിക്കുകയാണേ.